ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. 80കളിലും 90കളിലും ജനിച്ച അധികം ആളുകളും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗാണ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിൽ ഒന്നാണ് വടക്കൻ വീരകഥ. മലയാള സിനിമയെ ഇത്രത്തോളം സ്വാധീനിച്ച ഒരു നാടും ഒരു ഐതിഹ്യങ്ങളും വേറെ ഉണ്ടാവില്ല. അതാണ് കടത്തനാട്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുമാണ് കടത്തനാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ വീരചരിത്രമുറങ്ങുന്ന ആ മണ്ണിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതെ, നമ്മുടെ സ്വന്തം വടകരയുടെ കാഴ്ചകൾ. എന്റെ കാവിലമ്മേ ശക്തി തരൂ. മമ്മൂട്ടിയും മോഹൻലാലും പ്രേംനസീറും ഒക്കെ വികാരനിർഭരമായി വടക്കൻ പാട്ടുകൾ സിനിമയായപ്പോൾ ആ സിനിമകളിൽ തിരശീലകളിൽ വളരെ വികാരനിർഭരമായി മമ്മൂട്ടിയും മോഹൻലാലും പ്രേംനസീറും ഒക്കെ വിളിക്കുന്ന ആ കാവിലമ്മ സ്ഥിതി ചെയ്യുന്നത് ഈ കാവിനകത്താണ്. ഇതാണ് ലോകനാർ കാവ്. ലോകം, മല, ആറ്, കാവ് എന്നീ 4 വാക്കുകൾ ചേർന്ന ലോകമലയാർക്കാവ് കാലക്രമേണ ലോകനാർക്കാവായി മാറുകയായിരുന്നു. പേര് സൂചിപ്പിക്കും പോലെ തന്നെ പ്രകൃതിയുടെ മടിത്തട്ടിൽ ശാന്തതയുടെ പര്യായമായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ലോകനാർക്കാവിലമ്മ അഥവാ ദുർഗാ ഭഗവതിക്ക് പുറമെ ശിവനും വിഷ്ണുവിനും ഇവിടെ പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ ആര്യന്മാരായ 500 നാഗരികരുടെ കൂടെ വന്നതാണ് ഈ ഭഗവതി എന്നാണ് വിശ്വാസം. തങ്ങളുടെ യാത്രയിൽ ഭഗവതിയുടെ സാന്നിധ്യം അനുഭവിച്ച അവർ ആ ചൈതന്യത്തെ ഇവിടെ കുടിയിരുത്തുകയായിരുന്നു. ലോകനാർക്കാവിനെ മലയാളികളുടെ മനസ്സിൽ അനശ്വരമാക്കിയത് വടക്കൻ പാട്ടുകളാണ്. ഈ ക്ഷേത്രമുറ്റത്തെ മണൽത്തരികൾക്ക് പോലും തച്ചോളി ഉദയനന്റെയും ഉണ്ണിയാർച്ചയുടെയും വീരകഥകൾ പറയാനുണ്ടാകും. കേരളത്തിലെ ഏറ്റവും വലിയ കരകൗശല നിർമ്മാണ വിപണന കേന്ദ്രം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതും നമ്മുടെ വടകരക്ക് സ്വന്തമാണ്. സർഗാലയ കരകൗശല നിർമ്മാണ വിപണന കേന്ദ്രം. കലയും കരകൗശലവും ഒരുമിക്കുന്ന ഒരു അത്ഭുത ലോകം, അതാണ് സർഗാലയ. കേരളത്തിൻ്റെ തനതായ പൈതൃകം അതിൻ്റെ പൂർണ്ണതയിൽ കാത്തുസൂക്ഷിക്കുന്ന ഇരിങ്ങലിലെ സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് ശാന്തമായി ഒഴുകുന്ന മൂരാട് നദിയുടെ തീരത്താണ് ഈ കലാവിസ്മയം കുടികൊള്ളുന്നത്. ഒരു വിപണന കേന്ദ്രം മാത്രമല്ല സർഗാലയ, മറിച്ച് അന്യം നിന്നു പോകുന്ന നമ്മുടെ പരമ്പരാഗത കരകൗശല വിദ്യകളുടെ ഒരു നേർക്കാഴ്ച കൂടിയാണിത്. കളിമണ്ണിലും മുളയിലും കയറിലും തടിയിലും വിസ്മയങ്ങൾ തീർക്കുന്ന 60-ലധികം കലാകാരന്മാരെ നിങ്ങൾക്കിവിടെ നേരിട്ട് കാണാം. അവരുടെ വിരൽത്തുമ്പിലൂടെ വിരിയുന്ന കരവിരുതുകൾ തൊട്ടറിയാൻ, സ്വന്തമാക്കാം. കേരളത്തിൻ്റെ തനതായ ഈ ഉൽപ്പന്നങ്ങൾ യാതൊരു ഇടനിലക്കാരുമില്ലാതെ ആ കലാകാരന്മാരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഈ സംരംഭം ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. കലയെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ നാടിൻ്റെ തനതായ പൈതൃകം അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കും സർഗാലയ സമ്മാനിക്കുന്നത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. ഈ കാണുന്ന കടൽ ഒരിക്കലൊരു പോരാട്ട ഭൂമിയായിരുന്നു. വർഷങ്ങളോളം ബ്രിട്ടീഷുകാരുടെ പടക്കപ്പലുകൾ ഈ നാട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നതിനെ തടഞ്ഞ കുഞ്ഞാലി മലക്കാരുടെ പോരാട്ട ഭൂമി. അറബിക്കടലിന്റെ തിരമാലകളെപ്പോലും വിറപ്പിച്ച മറ്റൊരു വീരചരിത്രം കൂടി വടകരയുടെ മണ്ണിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. സാമൂതിരിയുടെ വിശ്വസ്തരായ നാവിക പടത്തലവന്മാർ, പറങ്കികളുടെ പേടി സ്വപ്നം, കുഞ്ഞാലി മലക്കാർ.
ഇന്ത്യയുടെ ചരിത്രം എഴുതപ്പെട്ടത് കരയിലെ യുദ്ധങ്ങളിലൂടെ മാത്രമല്ല, കടലിലെ ചോരക്കളങ്ങളിലൂടെ കൂടിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഛത്രപതി ശിവാജിയിൽ നിന്നാണെന്ന് പലരും കരുതുന്നു. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അറബിക്കടലിൽ വിദേശികൾക്കെതിരെ പോരാടിയ ഒരു കൂട്ടം ധീരന്മാരുണ്ടായിരുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാർ. ചരിത്രത്തിൽ പ്രധാനമായും 4 കുഞ്ഞാലി മരക്കാർമാരാണുള്ളത്. കുട്ടി അഹമ്മദ് അലി എന്ന 1-ാം കുഞ്ഞാലിയും 2-ാമനായ കുട്ടിപ്പോക്കരലിയും പോർച്ചുഗീസുകാർക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. എന്നാൽ 3-ാം കുഞ്ഞാലിയായ പട്ടുമരക്കാരുടെ കാലത്താണ് ഈ നാവികസേന ഏറ്റവും കരുത്താർജിച്ചത്. വടകരയ്ക്കടുത്ത് ഇരിങ്ങലിലെ കോട്ടക്കൽ മരക്കാർ കോട്ട ഇദ്ദേഹമാണ് പണിത്. ശത്രുക്കളുടെ ചതിക്ക് മുന്നിൽ 4-ാം കുഞ്ഞാലിയായ മുഹമ്മദ് അലി മരക്കാരുടെ ജീവൻ പൊലിഞ്ഞെങ്കിലും ആ ധീരതയുടെ ഓർമ്മകൾ ഈ മലബാർ തീരത്ത് ഇന്നും എരിഞ്ഞടങ്ങാതെ കിടപ്പുണ്ട്. സ്വന്തം നാടിൻ്റെയും ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആ യഥാർത്ഥ വീരനായകന്റെ ചരിത്രം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ശാന്തമായി ഒഴുകിയെത്തുന്ന മൂരാടുപുഴ അറബിക്കടലിൻ്റെ വിശാലതയിലേക്ക് ലയിക്കുന്ന ഈ സാൻഡ് ബാങ്ക്സിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ കടത്തനാടിൻ്റെ ചരിത്രം കാറ്റിലൊരു പാട്ടായി ഒഴുകിയെത്തുന്നുണ്ട്. സാക്ഷാൽ തച്ചോളി ഉദയനൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണ്. ഈ മണ്ണിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ കടലിൻ്റെ ഓളങ്ങളിൽ പറങ്കികളെ വിറപ്പിച്ച കുഞ്ഞാലി മരക്കാരുടെ ഓർവഞ്ചികളുടെ ഇരമ്പൽ കേൾക്കാം. വാളും പരിചയമെടുത്ത പഴയ കാലം ഇന്ന് മാറി. വീരത്വവും കലയും പ്രകൃതിയും ഒരുമിക്കുന്ന വടകരയുടെ ഈ മനോഹര തീരത്ത് നിന്നും ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.